ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമിത ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ പുതിയ ആ ബിഗ് ടൈം പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മെസ്സി, റൊണാൾഡോ, നെയ്മർ അടങ്ങുന്ന ലിവിങ് ലെജൻഡ്സിന്റെ ഒരു കിടിലം പാക്കാണ് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ റൊണാൾഡോ, മെസ്സിക്ക് നോക്കുകയാണെങ്കിൽ 3 സ്കില്ലായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് എടാ ഗെയിം അടിച്ചു പോയടാ. എടാ ബ്ലാക്ക് സ്ക്രീനാണ് ഫുള്ള്, നോക്ക് സർവർ അടിച്ചുപോയി. ഞാൻ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു 10-30 വട്ടം റിട്രൈ അടിച്ചുകൊണ്ടിരിക്കുക. ഇവന്മാരുടെ സർവർ വീണ്ടും കത്തിപ്പോയി. ഇനി മിക്കവാറും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എടാ പാക്കിൽ പ്ലേസിൻ്റെ ഫോട്ടോയെങ്കിലും ഒന്ന് കാണണ്ടേ. ഇത് തുറക്കുമ്പോൾ ഒന്ന് കാണുന്നുണ്ട്, സ്കില്ലില്ല, പാക്ക് ആനിമേഷൻ കാണുന്നില്ല. ഗെയിം ഫുള്ള് ക്രാഷായി പോകുന്നുണ്ട് എനിക്ക് കേട്ടോ. മിക്കവാറും ഒരു മെയിൻ്റെനൻസ് ഒപ്പം തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ഒന്ന് പ്രതീക്ഷിച്ചിരുന്നോ. എന്തായാലും പോട്ടെ, നമ്മളെന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കിടിലൻ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ്. സോ ഇന്ന് നമ്മൾ സ്പിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദിത്യം ബ്രോയുടെ അക്കൗണ്ടിലാട്ടോ. സോ ആദിത്യം ബ്രോയുടെ അക്കൗണ്ടിൽ ഏകദേശം 18,000 കോയിൻ ഉണ്ട്. ആൾ റൊണാൾഡോക്ക് വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് കൂട്ടിയിരിക്കുന്ന കോയിനാണ് ഇത്. ഇടയ്ക്ക് തുറാൻ വന്നപ്പോൾ ഒന്ന് കറക്കി 23,000 കോയിൻ ഉണ്ടായിരുന്ന, അപ്പോൾ 18,000 കോയിനായിട്ട് എന്തായാലും സേവ് ചെയ്ത് വെച്ചേക്കുന്ന കോയിനാണ്. FQP പ്ലെയർ ആണ്. അപ്പോൾ ആദിത്യം ബ്രോ, താങ്ക് യു ഫോർ ദിസ് അക്കൗണ്ട്. ചെങ്ങായിക്ക് എന്തായാലും എടുത്തു കൊടുത്തേ പറ്റൂ. 18,000 കോയിൻ പെട്ടെന്ന് കിട്ടി, അത്രയും ലാഭം. റൊണാൾഡോ മാത്രമായിട്ടുള്ള ടാർഗറ്റ്, അതും കൂടി ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. സോ ഇതിൽ ഓൾറെഡി ഒരു ഫ്രീ ട്രെയിൻ ഉണ്ട്, അതിലെങ്ങാനും റൊണാൾഡോ കിട്ടിയതിന് ബോണസാണ്. സോ റൊണാൾഡോ അറിയാലോ, റൊണാൾഡോ വന്നിരിക്കുന്നത് 3 സ്കില്ലോട് കൂടിയാണ്. ഗോൾ പോച്ചർ കാർഡാണ്, 41 വയസ്സുള്ള. സോ ബുള്ളറ്റ് ഹെഡർ, ലോ സ്ക്രീമർ പ്ലസ് ഫിനോൽ ഫിനിഷിംഗ് ആണ് അവർക്ക് സ്കില്ല് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലയണൽ മെസ്സി ഫുട്ബോളിൻ്റെ മെസ്സിഹ വന്നിരിക്കുന്നത് 3 സ്കില്ലായിട്ട് തന്നെയാണ്. എടി ചെങ്ങായുടെ സ്റ്റാറ്റ്സ് രക്ഷയില്ല കേട്ടോ. മെസ്സി ഈ പാക്കത്ത് ഏറ്റവും ബെസ്റ്റ് ആയി ചോദിച്ചാൽ മെസ്സിയാണ്, അതിലൊരു സംശയമില്ല. അത്രയും കിടല സ്റ്റാറ്റ്സാണ് മെസ്സിക്ക് കൊടുത്തിരിക്കുന്നത്. മെസ്സിക്ക് വന്നിരിക്കുന്ന സ്കില്ല് മൂവ്മെൻറ്റ്, ഡ്രിബിളിങ്, എഡ്ജർ ക്രോസിങ്, പിന്നെ മാഗ്നറ്റിക് പീച്ച്. പക്ഷെ എൻ്റെ അളിയാ കത്തും. ബ്ലിറ്റ്സ് കേളിലും കൂടി കുറവുണ്ടായിരുന്നു, 4 കൊടുക്കായിരുന്നു. എല്ലാ ചങ്ങായി ചെയ്യണതല്ലേ, എന്തേ ഇപ്പോൾ കുറച്ച് കൊടുക്കണത്. എന്തായാലും ഗൈസ് 2 കിഡ്ല സ്കില്ലല്ല, 3 കിഡ്ല സ്കില്ലായിട്ടാണ് ബിഗ് ടൈം കാർഡ്സ് ആയ റൊണാൾഡോ, മെസ്സി വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ആക്സിഷൻ ബൂസ്റ്റ് പ്ലസ് ബ്ലിറ്റ്സ് കേളിലായിട്ട് നമ്മുടെ നെയ്മർ ജൂനിയർ വന്നിട്ടുണ്ട്. പിന്നെ കെവിൻ ഡി ബ്രൂയിനെ, ലൂക്ക മോഡ്രിച്ച്, ജെയിംസ് റോഡ്രിഗസ്, മാനുവൽ ന്യൂയർ. എന്ത് പാക്കാണ് ഇത്. ബാക്കി എല്ലാവരും ഷോർട്ട് ടൈം ആട്ടോ ലിവിങ് ലെജൻഡ്സ് വന്നിരിക്കുന്നത്. പക്ഷേ മെസ്സിയും റൊണാൾഡോ ആണെങ്കിൽ ബിഗ് ടൈമാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്താകുമെന്ന്. റൊണാൾഡോയും മെസ്സിനെയും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. റൊണാൾഡോയാണ് മെയിൻ ടാർഗറ്റ്. പെട്ടെന്ന് കിട്ടിയാൽ മതി. 18,000 മോചിക്കുമെന്ന് അറിയാത്തത്. സാധാരണ ഇത് വന്നപ്പോൾ അന്ന് ഓർമ്മയില്ലേ, 8,000 കൊടുത്ത് എനിക്ക് അസാഡിന് തന്നില്ലടാ. 8,000 9,000 കൊടുത്തിട്ട് 250 പ്ലേസിൻ്റെ പാക്കാട്ടോ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം കിട്ടുമോ ഇല്ലേന്ന്. തുടങ്ങിയല്ല അപ്പോൾ ആനിമേഷൻ വന്നോ? ആനിമേഷൻ ഒന്നും വന്നിട്ടില്ല. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒന്നും തോന്നരുത്. ഫസ്റ്റ് ട്രൈ എന്തായാലും കൊടുക്കാം. അപ്പോൾ റിട്ടർ അടിച്ചാവോ? ഓക്കെ ഐസ്. അതിന് ഒരു DMF ആണ് വന്നിരിക്കുന്നത്. അളിയാ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ 500-ൻ്റെ ഒരു ട്രൈ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സ്പിൻ ചെയ്തോ. ഇതിൽ ഞാൻ പറയാം, ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്ന രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആരോ ചോദിച്ചാൽ ഞാൻ പറയും രണ്ടുപേരും ബെസ്റ്റ് തന്നെ. സ്കിൽസ് ഉണ്ട് 3 എണ്ണം. എന്നാൽ ഞാൻ പറയാം മെസ്സി കിട്ടണതായിരിക്കും ഇതിൽ ബെറ്റർ. കിടില സ്റ്റാറ്റ്സ് ആണ്. ടോപ്പ് പറയാം. ആളുടെ വേൾഡ് കപ്പ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു അതിനനുസരിച്ചുള്ള കാർഡിൽ സ്റ്റാറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. റെസ്പെക്റ്റ് കൊടുക്കാം നമ്മുടെ കൊണാമിക്ക്. സാധാരണ ഒരു കളി കാണാണ്ട് ആ സംഭവങ്ങൾ കൊണ്ടുവരാറ്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. വേൾഡ് കപ്പ് ആയിട്ട് കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മെസ്സി, റൊണാൾഡോ ഈസ് മെയിൻ ടാർഗറ്റ്. സ്റ്റാറ്റ്സ് ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക് വരാം. ക്യാൻസൽ 500 കൊടുക്കാം. ഫസ്റ്റ് ട്രൈ ബിഗ് ടൈം. ഫസ്റ്റ് ടൈമിന് ഒരു ബേസ് ആണ് തോന്നുന്നുണ്ട്, പറയാൻ പറ്റില്ല. കാർഡ് മാറിയിട്ട് ബിഗ് ടൈം വരാൻ നല്ല ചാൻസ് ഇല്ലടാ. അപ്പം ആദ്യം തന്നെ ഗ്രോബിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല. സമയമുണ്ട്, സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം എന്തായാലും ഒരു 500 പോയിട്ടുള്ളൂ. സോ സ്പെഷ്യൽ കാർഡ് വെച്ച് ബാക്കിയെല്ലാം നമുക്ക് റിലീസ് ചെയ്ത് കളയാം. സീൻ എന്തായാലും നമുക്ക് 2ാമത്തെ ട്രൈ കൊടുക്കാം. 900 പൊട്ടിച്ചിട്ടുണ്ട്. ഹിയർ വി ഗോ. അളിയാ വീണ്ടും പണി തന്നിട്ടുണ്ട് കേട്ടോ. CMF കാർഡാണ് ഇത്തവണ. ഡെക്ലാൻ റൈസ് ആണ് ഗൈസ്, ഡെക്ലാൻ റൈസ് ആണ്. പോട്ടെ റിലീസ് ചെയ്യട്ടെ. ഐറ്റം റോക്കി എന്തായാലും ഇത് ഈ 18,000 കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല, നമ്മളങ്ങോട്ട് കോയിൻ മേടിച്ച് കൊടുക്കും ചെങ്ങായിക്കുള്ളത്. എന്തായാലും റൊണാൾഡോയ്ക്ക് വേണ്ടിയിട്ട് ആൾ ഇത്രയും നാളും കാത്തു വെച്ചല്ലേ. എല്ലാവരും ഓരോട്ടം തൊടാണ്, എന്നിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം. ദേവിയെ കിട്ടിയാൽ മതിയായിരുന്നു.
റൊണാൾഡോ എന്താ വെച്ചാൽ ഇതിൽ നേരത്തെ ഇട്ടാണെങ്കിൽ ആൾക്ക് വേറെ അക്കൗണ്ട് ഉണ്ട് വെച്ചാൽ വേറെ കാർഡ്സ് വരുമ്പോൾ അതിൽ കറക്കാനാണ്. ഇതിൽ റൊണാൾഡോ മാത്രമല്ല ടാർഗറ്റ് ഉള്ളൂ. റൊണാൾഡോ കിട്ടിയാൽ പൊളിക്കും. ഒന്നുകൂടിയും ഡാ തേക്കല്ലടാ മുത്തേ, ഇങ്ങനെ പറഞ്ഞ് കറക്കുമ്പോഴാണ് കൊണാമി തേക്കണത്. പെട്രോൺ എച്ചോ എടാ ഒരു സ്പെഷ്യൽ കാർഡ് പോലും ഇല്ല. എന്തായാലും അവന്മാർ തരാണ്ടിരിക്കില്ല. തന്നില്ലെങ്കിൽ മുത്തേ ഇടിക്കാൻ ഞാൻ പിടിച്ചിട്ട് കൊണു വെറുതെ ഒരു 900 കൊടുത്താലോ. ഹിയർ ബി ഗോ. CF കാർഡ് മാറുമോ? ഗലസ്റ്ററിന്റെ CF ഇത് ഇക്കാടിയോ മൗറോ ഇക്കാടി പൊന്നടിയാ. എന്തായാലും സർവറിന്റെ ഒരു ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോഴും ഇത് ഞാൻ പാക്കിൽ കളറൊന്നും ഇല്ലടാ. ആനിമേഷൻ ഇങ്ങനെ കിടക്കുന്നത്. റൊണാൾഡോയുടെ മെസ്സിയുടെയും കാർഡ് കാണിക്കണമെങ്കിലും കാർഡിയത്തെ ആ സാധനം ഒന്നും കാണിക്കുന്നില്ലടാ. ആർക്കേനൊക്കെ ഈ കംപ്ലൈൻറ്റിൻ്റെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. മെസ്സിയുടെ സ്റ്റാറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഇറക്കാം. മെസ്സി ഒരു രക്ഷയുള്ള കിടില സ്റ്റാറ്റ്സിനെ എന്നാലും ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. എന്ത് സാധനമല്ലേ, എല്ലാം നീലച്ച് കിടക്കണു. ആ സ്പീഡും കൂടി ഒന്ന് കുറച്ച് കൂട്ടി കിട്ടിയാൽ മതി ചെങ്ങായി. പക്ഷെ ഇപ്രാവശ്യം അധികം നടന്നിട്ടാണ് കളിച്ചേക്കുന്നത്, ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്കറിയാം. പിന്നെ ആ ഈജിപ്റ്റായിട്ടുള്ള 15 മിനിറ്റ് ഇംഗ്ലണ്ടായിട്ട് അവസാനം എഡ്ജർ ക്രോസിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്മറിൻ്റെ കൂടെ സ്റ്റാറ്റ്സ് നോക്കാം നമുക്ക്. നോക്കാം കിട്ടില്ലേ. ക്യാൻസൽ 900. ഹിയർ വി ഗോ. പക്ഷെ ഞാൻ ബഡ് പൊട്ടും വിചാ. ഓ നെയ്മറാണോ? അല്ലടാ എടാ, ഒരു എണ്ണം പോലും കിട്ടിയില്ല ഇത്ര നേരമായിട്ട്. ഇതെന്ത് പറയ് അലക്സാണ്ടർ ആയിട്ട്. എടാ ഒരു സ്പെഷ്യൽ കാർഡ് കിട്ടിയിട്ടില്ലടാ. സ്പെഷ്യൽ വെച്ചാൽ ഷോർട്ട് ടൈം കിട്ടിയില്ല, ബിഗ് ടൈമും കിട്ടിയില്ല. എന്ത് പറയത് അളിയ തേമ്പി കഴിഞ്ഞാണ്ടല്ലോ വെട്ടും പിടിച്ച് മഹാനെ. നമുക്കെന്തായാലും മെസ്സി റൊണാൾഡോ 6ാമത്തെ വേൾഡ് കപ്പാണ്. അപ്പം 2 പേരും 6 വട്ടം വെച്ച് തൊടാം. 4 എണ്ണായില്ലേ അപ്പോൾ 5 എണ്ണായി 6 എണ്ണായി. ഓക്കെ ഇനി നമുക്ക് 690 പ്ലസ് ക്യാൻസൽ അല്ല 900 പ്ലസ് ക്യാൻസൽ. ഓക്കെ 900 കൊടുക്കുകയാണ്. 6ാമത്തെ വേൾഡ് കപ്പും കളിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ റൊണാൾഡോ മെസ്സിക്ക് കപ്പുണ്ട്, റൊണാൾഡോക്ക് കപ്പില്ല. അതൊക്കെ ശരിയാ. എന്നാലും നമുക്ക് റൊണാൾഡോനെ ഇഷ്ടം കേട്ടോ, വേറെ കാര്യം. ഏത് എടാ മെസ്സിയും റൊണാൾഡോ ഒരുമിച്ച് വന്നാൽ പൊളിക്കും. എടാ ഇത് വേറെ ആരൊക്കെയാണ്? ലൂക്കാ മോഡ്രിച്ച്, നെയ്മറിനെ അല്ല ജെയിംസ് റോഡ്രിഗസ് ബ്രദർ. ബ്ലാക്ക് ആനിമേഷൻ അല്ലേ? ഒരെണ്ണം കൂടി വരും എൻ്റെ ഉള്ളിൽ കൂടെ. പിന്നിലൊരു കവാടം. ഓക്കെ പിന്നിൽ ഒരെണ്ണം കൂടി വരുന്നുണ്ടോ? തെളി ഷെടാ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചു. 6ാമത്തെ ലോകകപ്പ് അടിക്കാൻ ഇവന്മാർ 4ാമത്തെ ലോകകപ്പ് അടിച്ചത്. കുഴപ്പമില്ല, എന്തായാലും കിട്ടിയിട്ടുണ്ട് 2 ഷോർട്ട് ടൈം പ്ലസ് ബോനോനെ കിട്ടിയിട്ടുണ്ട്. ആ ട്രിക്ക് തന്നെ നമുക്ക് ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കാം. ഇനി എങ്ങാനും കിട്ടിയാലോ പറയാൻ പറ്റില്ലോ. 1 അയ്യടാ എത്ര എണ്ണായി? 1 എന്ന് ഞാൻ പറയുള്ളൂ. 4 എണ്ണായി. 5 6 7. റൊണാൾഡോ 7. മെസ്സി 10 വട്ടം പറഞ്ഞു. 1 2 3. ഓക്കെ 10ഉം 7ഉം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും നോക്കാം. നമുക്ക് ഇതെന്തായാലും 6 വട്ടം അല്ല 6 വട്ടം മതി. 1 2 3 4 5 6 900. ഹിയർ വി ഗോ. സാധനം വേണം. ബിഗ് ടൈം അല്ലടാ തരുന്ന നിൽക്കുന്ന കൊണാമി പറയുന്നത്. എടാ ഇത് എൻ്റെ അക്കൗണ്ട് അല്ലേ കൊണാമി, ഇത് നമ്മുടെ 1000 നമ്പറോടെ അക്കൗണ്ടാണ്. ഒന്ന് തായോ എടാ. ചാബു ഇനി 18,000 കോയിനൊക്കെ കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വൺ ദുരന്തല്ലാണ്. അപ്പോൾ ഒന്നളിയ കക്കൂസ് കീറില്ല കേട്ടോ. ഒന്നെടുത്ത് തായോ. 12,000 കോയി ബാക്കിയുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും 3 4 5 6 7 സുയി. ആ സാധനക്ക് ഇറച്ച് പറയാൻ അറിയില്ല, അതുകൊണ്ടാ. ഉള്ള സാധനം അതും കിട്ടിയില്ല. അതാരാ? ന്യൂ ഇയർ ആണോ? മരം ചാമ്പണേ. എടി പാക്ക് ഓപ്പണിങ് നമുക്ക് വെച്ച് പരിപാടിയില്ല അല്ലേ? പക്ഷെ അങ്ങനെ പറയില്ല. നമ്മൾ കഴിഞ്ഞ 2 വട്ടം 3 വട്ടമൊക്കെ പെട്ടെന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. നിങ്ങൾ അങ്ങനെ തന്നെ കളിയാക്കാൻ നിൽക്കണ്ട. സാധനം സ്റ്റിൽ 2000. എടാ റൊണാൾഡോ ആദ്യം റൊണാൾഡോനെ 7 വട്ടം തൊടാം. 1 2 3 4 5 6
7. ഓക്കെ, സോ ഇനി ബാക്ക് വരാം. 1 2 3 4 5 6 7. അയ്യോ, ഒന്നുമില്ല. സാധനം ഇപ്പോൾ കിട്ടും. ചേട്ടാ എന്തുവാടാ അത്? സ്പെഷ്യൽ കാർഡ് എന്തോ വരുന്നുണ്ട്. സദിയോമാനല്ലേ അത്? അല്ല, കോഹ്ലിബലി. അളിയ തേമ്പുന്നതിൽ ഒരു അതിരുണ്ട്. ഇതെൻ്റെതല്ലാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. പരിശീലിച്ചുകൊണ്ട് കേട്ടോ. എന്തപ്പ ചെയ്യാ? കിട്ടാത്തവരെല്ലാം ഒരു വട്ടം തൊടാം, അല്ലാണ്ട് വേറെ പാകില്ല. പേടിയാവണോടാ. 18,000 കോയിൻ കളി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേശല്ലേ. ഒരു 900 അങ്ങോട്ട് കൊടുക്കാം. കളിയാ തമാശ കളിക്കല്ലടാ മുത്തേ. സെൻട്രൽ ബാക്ക് ഇതാരോ ഓട്ടോമെന്റിയോ? ഓട്ടോമെന്റ് തന്നെ. പൊന്നിടാവേ, നെഞ്ചൊക്കെ കിടന്ന് സന്തോഷമൊക്കെ പോകാൻ തുടങ്ങിയില്ല മുഖത്തുനിന്ന്. എന്താ പറ്റിയത് രമണ? നെയ്മറെ, എനിക്ക് അന്നൊരു വിശ്വാസം ഉണ്ടറാ. ഈ ഇന്നലെ 2 ഗോൾ അടിച്ചില്ലേ? ഞാൻ കളി കണ്ടു. അതുകൊണ്ട് ഇത് എനിക്ക് തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നെയ്മർ 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 ജൂനിയർ, എവരിബഡി ഹിയർ വി ഗോ. എന്തപ്പം ഉണ്ടാവണ്? എടാ നമ്മക്ക് എന്താ എടുത്തു തരാത്ത ഇവന്മാര്? ഞാൻ അന്ന് അസാഡിൻ്റെ ബാക്കിൽ എനിക്ക് ഓർമ്മയില്ല. അസാഡിൻ്റെ ബാക്ക് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഇറക്കിയത് 9,000 കോയിനാ പോയി തന്ന്. ഇതതിൻ്റെ ഇരട്ടിയുണ്ട്. അയ്യോ, പോവാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇത് ഫുള്ള്. റൊണാൾഡോ ഇതിൻ്റെ സ്കോഡിക്കൊന്ന് വാ. എൻ്റെ അല്ല, ആയിച്ചമ്പോടെ സ്കോഡിക്കുക. മെസ്സിന് മൂപ്പർക്ക് വലിയ താല്പര്യമില്ല പറഞ്ഞു. മൂപ്പര് റൊണാൾഡോയുടെ ആളാണേ. ഇപ്പോൾ ആയിച്ചമ്പോക്ക് അച്ഛനാ ഹെയ്റ്ററല്ല കേട്ടോ, പറഞ്ഞു എന്നുള്ളൂ. മെസ്സിനെ കിട്ടി കഴിഞ്ഞാൽ തന്നെ 900 കൊടുത്തിട്ടുണ്ട്. നോക്കാം. DMF ഒക്കെ ആർക്കാ വേണ്ടിൻ്റെ പോയേ? ഇത് എന്താ കുറേ കാർഡുണ്ട് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ തന്നോണ്ടിരിക്കുക. അവസാനം ഒന്ന് തന്നാ മതിയായിരുന്നറാ പുല്ല്. ഇത് മനുഷ്യനെ പൂച്ചനെ പട്ടിയാക്കണ പരിപാടി ചെയ്യലൊക്കെ കൊണ്ടു. മെസ്സി സ്ലോവലി, ഇനി മെല്ലെ കേട്ടോ. ഇത് വേണ്ട, ഇത് നമുക്ക് വെച്ച് പരിപാടിയില്ല. 1 2 3 4 5 6 7 900. ഹിയർ വി ഗോ. റൊണാൾഡോ finally we got the bat, the legend, the myth, Cristiano Ronaldo. Here we go guys. റൊണാൾഡോ അടിച്ച് മതിയായി. ഓ വായിട്രാ, തേബിയില്ലല്ലോ ഞാൻ. ഗൈസ് 11,000 കോയിൻ്റെ അടുത്ത് പൊട്ടി. റൊണാൾഡോനെ കിട്ടിയിരിക്കുകയാണ്. സമാധാനം. എനിക്കൊരു ആശ്വാസപ്പെടായത് സത്യം പറയാലോ. അളിയ അണ്ണനെ കിട്ടി. അണ്ണനെ വേണ്ടായിരുന്നുള്ളൂ, അണ്ണനെ കിട്ടി. സമാധാനം. എൻ്റെ പൊന്നളിയ ചേക്കനെ. എടാ ആനിമേഷൻ ഇപ്പോഴും വന്നില്ല. ഇവന്മാരെ സെർവർ അടിച്ചു പോയിട്ട് മൊത്തത്തിൽ. എടാ അവൻ്റെ F2P അക്കൗണ്ടാണ്. അണ്ണ ഉണ്ടല്ലോ പറഞ്ഞാൽ അവന് ഈ അണ്ണനെ ആവശ്യമുണ്ടാവും. സ്ലോട്ട് ഓർഡർ ഓഫ് സൈനിങ്. അണ്ണൻ വരട്ടെ. ട്രെയിനി ചോക്ക് കേട്ടോ. ലൂക്ക മോഡ്രിച്ച് വരട്ടെ. ജെയിംസ് റോഡ്രിഗസ് വരട്ടെ. സോ നമുക്ക് അണ്ണനെ ബൂസ്റ്റർ കൊടുക്കല്ലേ? ലെവൽ ട്രെയിനിങ്. ആ ബൂസ്റ്ററിൻ്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞ പോലെ. ഇത് മച്ചല്ലേ. 108 കിടക്കുന്നുണ്ട്. ലെവൽ ട്രെയിനിങ് ഓട്ടപ്പ് കൊടുക്കണം കേട്ടോ. 105. ലൂക്ക മോഡ്രിച്ച് 106 ആവും. 105 ആവുള്ളൂ. സോ നമുക്കത് റൊണാൾഡോ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. റൊണാൾഡോ 108 ഓവർ റേറ്റിംഗ് ആണ് ഇതിൽ വരുന്നത്. റൈറ്റ് ഫുട്ടറാണ്. 32 ഓവർ റേറ്റിംഗ്. പോർച്ചുഗലാണ്, അറിയാലോ. ഗോൾ പൂച്ചർ കാർഡ് കേട്ടോ ഇത്. സോ ഓവർ റേറ്റിംഗ് 108 വരുന്നുണ്ട്. അറ്റാക്ക് അവർനെസ് 98. ഡ്രിബ്ലിങ് 84 82 ആണ് വരുന്നത്.
ഫിനിഷിങ് 97 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റാണ്, ഒന്നും പറയാല്ല. പിന്നെ ഹെഡിങ് 88, സെറ്റ് പീസ് 83, കേള് 87, അവിടെയും പെർഫെക്റ്റ് ആണ്. സ്പീഡ് 92, ആക്സലേഷൻ 93, കിക്ക് പവർ 96, ജമ്പ് 90. സോ അത്യാവശ്യം കുഴപ്പമില്ല, അത്രയ്ക്ക് ബ്ലൂ കത്തി നിൽക്കണമൊന്നുമില്ല. പക്ഷേ റൊണാൾഡോ അറിയാലോ, ഈ വേൾഡ് കപ്പിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മോശം പറയാല. സ്കിൽസ് പിന്നെ അറിയാലോ, ലോ സ്ക്രീമർ ഉണ്ട്, ബുള്ളറ്റ് ഹെഡർ ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജെയിംസ് റോഡ്രിഗസ് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, 34 വയസ്സുള്ള നമ്മുടെ റോഡ്രിഗസ്. സോ ഡ്രിബിളിംഗ് സെക്ഷനൊക്കെ സെറ്റാണ്, പാസിങ് അത്യാവശ്യം ഉണ്ട്, ഫിനിഷിങ് 87, കേള് 93 ഉണ്ട്. മൂപ്പര് വന്നിരിക്കുന്നത് ബ്ലിറ്റ്സ് കേൾ പ്ലസ് ഏതാ എഡ്ജർ ക്രോസിങ് പറഞ്ഞ സ്കില്ലായിട്ടാട്ടോ. പിന്നെ ലൂക്ക മോഡ്രിച്ചിൻ്റെ സ്റ്റാറ്റ്സും പാസിംഗ് ഒക്കെ ടോപ്പാണ്, 99, 98 പാസിംഗ് ഉണ്ട്, ഡ്രിബിളിങ് ടോപ്പാണ്. കേള് 86, ഫിനിഷിങ് 66 ഉള്ളൂ കേട്ടോ. ഈ വട്ടം ഗോളൊന്നും അടിച്ചില്ല, അതുകൊണ്ട് കുറച്ച് ഡിഫെൻസീവിൽ ആൾക്ക് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ആൾ വന്നിരിക്കുന്നത് അറ്റാക്ക് ട്രിഗർ പ്ലസ് ഫിനോല് പാസ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. ഇപ്പോൾ 3 കാർഡും സെറ്റ് തന്നെയാണ്. ആൾക്ക് എന്തായാലും എടുത്തു കൊടുക്കാൻ പറ്റിയാൽ ഭാഗ്യം പറയാം. പക്ഷെ എന്തായാലും ആൾക്ക് മെസ്സി വേണ്ട, അതുകൊണ്ടാണ് നമുക്ക് പിന്നെ മെസ്സിനെ നിൽക്കാണ്ടിരുന്നിട്ടോ. എന്തായാലും നിങ്ങളുടെയൊക്കെ പാക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് താഴെ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളെന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ മതി, കോയിൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഗൈസ് അതുപോലെ തന്നെ പറയാനുള്ളത്, നമ്മൾ ഇനി ലൈവും കാര്യങ്ങളൊക്കെ കിക്ക് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം, താല്പര്യമുള്ളവർ എന്തായാലും കയറി ഫോളോ ചെയ്യുക. അതിൽ അത് വെച്ചാൽ ഒരു ആപ്പാണ്, ജസ്റ്റ് ഒന്ന് അതിൽ ഓൺ ചെയ്ത് യൂട്യൂബ് പോലെ തന്നെയാണ്, ജസ്റ്റ് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുക. നമുക്കൊന്നുകൂടി ഗുണമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ഗുണമുള്ളതുകൊണ്ടാണ് അതിൽ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ലൈവിന് അതിലോട്ട് വരും, നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യും, മല്ലു ബിസ് മാസ്റ്റർ വെരിഫൈ ആയിട്ട് കിടക്കേണ്ടായിരിക്കും. കോൺട്രാക്ട് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ എന്തായാലും അതിലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞതൊക്കെയാണ്. വിഷ് അയക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതായിരിക്കും ബൈ. വായിലൊന്നും കിട്ടില്ല, എന്ത് ചെയ്യുക.